ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. ഈ റമദാന് വളരെ സിമ്പിളായി തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് റെസിപ്പിയായാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ബ്രെഡ് പോക്കറ്റ് എന്നോ ബ്രെഡ് ഫില്ലിംഗ് എന്നോ അങ്ങനെ ഏത് പേരിൽ വേണമെങ്കിലും നമുക്കിതിനെ വിളിക്കാം. നമുക്ക് എങ്ങനെ ഈ സ്നാക്ക് റെഡിയാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളൊക്കെ നിങ്ങൾക്ക് ചിക്കൻ്റെ അളവനുസരിച്ച് കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കുറഞ്ഞതൊരു 10 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് നമുക്ക് ചിക്കൻ എല്ലാം കൂടി ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ചിക്കനൊന്നും ഒരുപാട് മൊരിയിച്ചൊന്നും ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു സൈഡൊക്കെ ചിക്കൻ്റെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് മിക്സാക്കി മറു സൈഡും കൂടിയൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രൈ എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ ഒരു മീഡിയം സൈസ് സവാളയും ഒരു മീഡിയം സൈസ് തക്കാളിയും ഒരു പച്ചമുളകും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയെല്ലാം നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുരുമുളകിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി പൊടികളുടെയും കൂടി പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് നമ്മുടെ ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. മീഡിയം സൈസിലുള്ള ബ്രെഡ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് വേണം നമ്മളിത് തയ്യാറാക്കാനായിട്ട് എടുക്കേണ്ടത്. ഇനി ഇതൊന്ന് ഒരു റൗണ്ട് ഷേപ്പാക്കി കൊടുക്കണം. അതിന് ഞാനിവിടെ ഈ ബ്രെഡിന് സ്യൂട്ടാവുന്ന രീതിയിലുള്ള ഒരു അടപ്പ് എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ റൗണ്ട് ഷേപ്പിന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ബ്രെഡും കൂടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ബാക്കി വന്ന കട്ട് ചെയ്തതിൻ്റെ ചുറ്റിനും ഉള്ളതൊന്നും നമ്മൾ കളയൊന്നും വേണ്ട. നമുക്കതെല്ലാം കൂടി ബ്രെഡ് ക്രംസ് ആക്കി എടുക്കാം. ഇനി ഇതൊരു കോട്ടിങ്ങിന് വേണ്ടി ഞാൻ 3 മുട്ടയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ആദ്യം തന്നെ ഒരു ബ്രെഡ് എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഒരുപാടൊന്നും ഇങ്ങനെ കുത്തി ഞെരുക്കിയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വേറൊരു ബ്രെഡ് കൂടി എടുത്ത് അതിൻ്റെ പുറത്ത് വെച്ച് ജസ്റ്റ് ചുറ്റിനുമൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മുട്ടയിൽ ഡിപ്പ് ചെയ്ത്
പിന്നെ ബ്രെഡ് ക്രംസിലൂടെ ഇട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള ബ്രെഡ് കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്ത് നമുക്കൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലൊക്കെ നമുക്ക് ഒരാഴ്ച വരെ ഇത് സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഫ്രൈ ചെയ്യുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ എടുത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ ബ്രെഡും ഫില്ലിംഗ് ഒക്കെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം. ഒരു പാനിൽ ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പം നമുക്കതിലേക്ക് ഓരോ ബ്രെഡായിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യാൻ ഇടുന്ന സമയത്ത് എപ്പോഴും തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. എന്നിട്ട് നമ്മൾ ഒന്ന് മീഡിയത്തിലോട്ട് മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി നമുക്ക് അധികം ഇട്ട് മൊരിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 1-2 പ്രാവശ്യം നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കുക്കായി ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഈ റമദാന് എന്ത് സ്നാക്ക് ഉണ്ടാക്കണമെന്നൊക്കെ ആലോചിച്ച് കൺഫ്യൂഷൻ ആയിട്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.